Good evening. Good evening. Good evening. ഇത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സിലെ സിസ്റ്റം അനലിസ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമർ പരീക്ഷയുടെ റിവിഷൻ ക്ലാസ് ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ്സ്. ഇതിൽ PSC റീസെൻ്റ് ആയിട്ട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ചോദ്യങ്ങൾ ഉണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ് യൂട്യൂബിലും കൂടെ സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്. ഗുഡ് ഈവനിങ്. കാണാമോ എല്ലാവർക്കും? യൂട്യൂബിൽ ക്ലാസ് കാണുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കാണാമെങ്കിൽ. ഇത് റിവിഷൻ ക്ലാസ്സുകളിലെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ പ്രോഗ്രാമർ എക്സാമിന് വേണ്ടി അതിലെ ഫസ്റ്റ് ക്ലാസ് സെറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഗ്രാമറിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള സെറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും പിന്നെ റീസെൻ്റ് ആയിട്ട് PSC പല പരീക്ഷകളിലായിട്ട് ചോദിച്ച സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 10-20 ക്വസ്റ്റ്യൻ കാണും. ഓക്കെ, കാണാമോ എല്ലാവർക്കും? യൂട്യൂബിൽ ക്ലാസ് കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കാണാമെങ്കിൽ. യെസ്, കാണാമോ എല്ലാവർക്കും? ഓക്കെ, റൈറ്റ്. അപ്പോൾ തുടങ്ങാലോ. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിലെ ടോപ്പിക്കുകൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്, റിലേഷൻസ്, പാർഷ്യൽ ഓർഡറിങ് ആ ഫസ്റ്റ് ഭാഗങ്ങളിൽ ഒരു 3-4 വീഡിയോസ് ഉണ്ട് നമ്മുടെ കോഴ്സിൽ. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ റിവിഷൻ ഷെഡ്യൂൾ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരിക, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ,
ഒന്ന് നോക്കി വന്നാൽ എളുപ്പമായിരിക്കും. പിന്നെ ഈ ചോദ്യങ്ങൾ ഈ പറഞ്ഞ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് മാത്രമല്ല, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, HSA അങ്ങനെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ തുടങ്ങാലോ. ഒന്നാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രോഗ്രാമറിന്റെ സിലബസിൽ സെറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. സെറ്റ്സ് എന്താണ് നമ്മൾ പഠിക്കണം, പിന്നെ ടൈപ്പ് ഓഫ് സെറ്റ്സ് പഠിക്കണം അല്ലെ. എംപ്റ്റി സെറ്റ്, എലമെന്ററി സെറ്റ് മീൻസ് സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടല്ലോ. ആ സെറ്റുകളൊക്കെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതിൽ. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കിയിരിക്കേണ്ടത് സബ്സെറ്റ്സ് എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, സബ്സെറ്റുകളുടെ എണ്ണം, അതൊക്കെ കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ്, ഡിഫറൻസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അഡീഷൻ തിയറം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പ്രോഗ്രാമറിന്റെ സിലബസിൽ ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. തുടങ്ങാലോ. ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് 186/24 കഴിഞ്ഞ വർഷം നടന്ന അസിസ്റ്റന്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സെയിം സിലബസ് ആയിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പലരും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഒന്ന് ആൻസർ ചെയ്തോളൂ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. A, B, C are non-empty sets. Then A minus B union B minus A എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ചെയ്തോളൂ. വരട്ടെ. മൊയ്തീൻ MP ആൻസർ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലും അതുപോലെ നമ്മുടെ ആപ്പിലും ക്ലാസ് കാണുന്ന ആൾക്കാർക്ക് ആൻസർ ചെയ്യാട്ടോ. എന്താ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. ഇത് നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ പഠിച്ചതാണ്. ഇതിനെ നമ്മൾ സിമെട്രിക് ഡിഫറൻസ് എന്ന് പറയും അല്ലേ. A മൈനസ് ബി യൂണിയൻ B മൈനസ് എ എന്ന് പറയുന്നത് സിമെട്രിക് ഡിഫറൻസ് ആണ്. ഇറ്റ് ഇസ് A ഡെൽറ്റ B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. A മൈനസ് ബി യൂണിയൻ B മൈനസ് എ എന്ന് പറയുന്നതിനെ നമ്മൾ A ഡെൽറ്റ B സിമെട്രിക് ഡിഫറൻസ് എന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. യെസ്, സിമെട്രിക് ഡിഫറൻസ് ആണ്, A ഡെൽറ്റ B ആണ്. അതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, A മൈനസ് A യൂണിയൻ B മൈനസ് A ഇന്റർസെക്ഷൻ B, A യൂണിയൻ B മൈനസ് A ഇന്റർസെക്ഷൻ B. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പൊ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു A, ഇവിടെ ഒരു B, ഇതാണ് A, ഇതാണ് B അല്ലെ. ഈ കാണുന്ന ഭാഗമാണ് A മൈനസ് B, A മൈനസ് B. ഈ കാണുന്ന ഭാഗമാണ് B മൈനസ് എ എന്ന് പറയുന്നത്. അതിന്റെ രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുക്കുമ്പോൾ ഈ A യൂണിയൻ ബിയിൽ നിന്നും ഈ നടുക്കുള്ള ഇന്റർസെക്ഷൻ മാത്രമാണ് ഒഴിവാക്കേണ്ടി വരിക അല്ലെ. ഈ ഇന്റർസെക്ഷനെ മാത്രം നമ്മൾ ഒഴിവാക്കണം. അതാണ് A യൂണിയൻ B മൈനസ് A ഇന്റർസെക്ഷൻ B എന്ന് എഴുതിയിട്ടുള്ളത്. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ? റൈറ്റ്, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുള്ള ആളുകൾ പറയുക. നമ്മുടെ പ്രോഗ്രാമറിന്റെ ബാച്ചിലെ ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നോക്കുക. ഇത് ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഇത് കോമൺ ക്ലാസ് ആണ്. നമ്മുടെ ആപ്പിലുള്ള എല്ലാവർക്കും ഈ ക്ലാസ് കാണാം. അതുകൊണ്ട് ആൻസർ പറയുന്ന ആൾക്കാർ പല പല പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കരുത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചോദിച്ചു പോവാം. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇത് 2022 നടന്ന പ്രോഗ്രാമർ പരീക്ഷയുടെ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ്? ഇതിൽ ഏതാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ചോദിക്കുന്ന PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. A minus B equal to A intersection B complement.
Okay, A minus B union B minus A equal to A union B minus A intersection B. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് A minus B intersection B minus A equal to null set. ഓപ്ഷൻ എയിൽ പറയുന്നത് ഓൺലി 1 ആൻഡ് 2 ട്രൂ ആണ് എന്ന് പറയുന്നു. ബിയിൽ പറയുന്നത് 3 മാത്രം ട്രൂ ആണ്. സിയിൽ പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് 1 2 3 ശരിയാണെന്ന് പറയുന്നുണ്ട്. ഡിയിൽ പറയുന്നത് 1 3 ശരിയാണെന്നാണ്. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? യെസ് യെസ്, മൊയ്തീൻ എം പി, അഞ്ജു, അഞ്ജന, ക്രേസി ക്രാഫ്റ്റ്. പിന്നെ ഇത് സെറ്റ് എക്സാമിന് യൂസ് ആവും. സെറ്റ് എക്സാമിന് യൂസ് ആവും. സെറ്റ് അല്ലേ, ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സിനകത്ത് വരും അല്ലേ. റജുല, അഞ്ജു, ഇതെല്ലാം ശരിയാണ് അല്ലേ, ഇതെല്ലാം ശരിയാണ്. ഇതിപ്പോ ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്ന് പറയുന്നത് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എ മൈനസ് ബി പഠിക്കുമ്പോൾ, ഡിഫറൻസ് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബിനെ ഒഴിവാക്കിയതാണ്. എയിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബിനെ ഒഴിവാക്കിയതാണ് എന്ന് മനസ്സിലാക്കുക. അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. കോംപ്ലിമെന്റ് ഇങ്ങനെ നൊട്ടേഷൻ കൊടുക്കും, ഇങ്ങനെയും നൊട്ടേഷൻ കൊടുക്കും കേട്ടോ. ഇതും ബി കോംപ്ലിമെന്റ് ആണ്, ഇതും ബി കോംപ്ലിമെന്റ് ആണ്, ശ്രദ്ധിക്കണം. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. എ മൈനസ് ബി കോംപ്ലിമെന്റ് നമുക്ക് ആരെ എഴുതാം? എ മൈനസ് ബിനെ, സോറി, എ മൈനസ് ബി കോംപ്ലിമെന്റ് അല്ല, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ മൈനസ് ബിനെ എഴുതാൻ പറ്റുന്ന രണ്ട് നൊട്ടേഷൻസ് ആണ്. ഒന്ന് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്നും അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും അറിയാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ക്ലാസ് കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അല്ലെ, ഈ ഭാഗം. എയിൽ നിന്നും ആരെ ഒഴിവാക്കിയത്? ഇന്റർസെക്ഷനെ ഒഴിവാക്കിയത്. എയിൽ നിന്നും ഇന്റർസെക്ഷനെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ ബിയുടെ കോംപ്ലിമെന്റ്, ബിയുടെ പുറത്ത് കാണുന്ന ഭാഗവും എയും കൂടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഭാഗം, അതായത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അങ്ങനെയും നമുക്ക് ആരെ പറയാം? എ മൈനസ് ബിനെ പറയാം. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ബി മൈനസ് എ എന്തായിരിക്കുമോ? ബി മൈനസ് എ നമ്മൾ എങ്ങനെ എഴുതുണ്ടാവും? ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് എഴുതും അല്ലെ, അല്ലെങ്കിൽ ബി മൈനസ് ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതും അല്ലെ. ഇങ്ങനെയൊക്കെ നമുക്ക് ബി മൈനസ് എനെയും എഴുതാട്ടോ. അതും ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ അടുത്ത ചോദ്യം വേറെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ നൾ സെറ്റ് ആണെന്നാ പറയുന്നത്. ഇതാണ് നമുക്കറിയാം, ഈ ഭാഗമാണ് എ മൈനസ് ബി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ ഭാഗമാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ഏതെങ്കിലും ഉണ്ടോ? ഒരു കോമൺ പോയിന്റും ഇല്ല. രണ്ടും ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകളാണ്. എ മൈനസ് ബിയും ബി മൈനസ് എയും ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകൾ ആയതുകൊണ്ട് എ മൈനസ് ബി ഇന്റർസെക്ഷൻ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്ന് പഠിച്ചോളൂ കേട്ടോ. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓൾ ഓഫ് ദ എബവ് ആണ് ട്രൂ ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 2022 പ്രോഗ്രാമർ പരീക്ഷയുടെ ചോദ്യമായിരുന്നു ഇത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആൻസർ കമന്റ് ചെയ്യാട്ടോ എല്ലാവർക്കും. ഞാനിങ്ങനെ പതുക്കെ പറയുന്നതെന്ന് വെച്ചാലേ, ഇത് മാത്സ് പഠിച്ച ആളുകളല്ല ഈ പരീക്ഷ എഴുതുന്നത്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആളുകളാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ആണ് കുറച്ച് സമയമെടുത്ത് പറയുന്നത്. ചില ആളുകൾക്ക് ഇത് ബോറടിക്കുന്നുണ്ടാവും, അവർ സദയം ക്ഷമിക്കുക. ചില ആളുകൾക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവും, അവര് തൽക്കാലത്തേക്ക് ക്ഷമിക്കും. അടുത്ത ചോദ്യം സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ 2022 പ്രോഗ്രാമർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഇത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ പറയാൻ പറ്റും. In a group of 200 people, 50 can speak Hindi, 199 can speak English. How many can speak both Hindi and English? എത്ര പേർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയും?
എന്നാണ് ചോദ്യം. How many can speak both Hindi and English? എത്ര പേർക്കാ ആൻസേഴ്സ് വന്നോട്ടെ? യെസ്, കറക്റ്റ് ആണ്. ആല, മൊയ്തീൻ, അഞ്ജു, അഞ്ജന, യെസ്. അഞ്ജു വിനായക് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക, 49 അല്ലേ? ഓപ്ഷൻ എ ആണ് MJ ആൻസർ വരിക 49. എങ്ങനെ കിട്ടും 49? സിമ്പിൾ ആണ്, ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? പിന്നെ ഗ്രൂപ്പ് ഓഫ് 200 പീപ്പിൾ, 200 ആളുകളുണ്ട്. അതിൽ 50 പേര് ഹിന്ദി സംസാരിക്കും. നമ്മൾ നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്ക് ഹിന്ദി, N(H) എന്ന് എഴുതാം നമുക്ക്. അത് എത്രയാണ്? 50. നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് 199 അല്ലേ? ആകെ 200 പേരേ ഉള്ളൂ. ഇനി സ്പെസിഫിക് ആയിട്ട് വേറെ കണ്ടീഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അതായത് ഈ രണ്ട് ഭാഷയും ഹിന്ദി ഇംഗ്ലീഷും അറിയാത്ത ആളുകളെ പറ്റി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ അതൊന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് എടുക്കാം? നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്ക് ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ആൾക്കാർ 200 ആണ് എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സംഗതികൾ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഇന്റർസെക്ഷനിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഇന്റർസെക്ഷനിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. നമ്പർ ഓഫ് പീപ്പിൾ സ്പീക്ക് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഈക്വൽ ടു N(H) പ്ലസ് N(E) മൈനസ് N(H) ഇന്റർസെക്ഷൻ E. ഇതാണ് അഡീഷൻ തിയറം എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ? ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. യൂണിയനിൽ 200 പേരുണ്ട്, H 50 പേര്, ഇവിടെ 199 മൈനസ് N(H) ഇന്റർസെക്ഷൻ E. ഇതിനെ എങ്ങോട്ട് കൊണ്ടുവരിക? ഇതിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരിക. എന്ത് വരും? നമ്പർ ഓഫ് പീപ്പിൾ ഇൻ H ഇന്റർസെക്ഷൻ E ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 249 മൈനസ് 200, 49. അങ്ങനെയാണ് ഓപ്ഷൻ എ കിട്ടിയത്. അങ്ങനെയാണ് ഓപ്ഷൻ എ കിട്ടിയത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. യെസ്, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം. ഇത് 2023 നടന്ന ഒരു ഓൺലൈൻ എക്സാം ആയിരുന്നു, പ്രോഗ്രാമറിന്റെ തന്നെ. അതിലെ ചോദ്യമാണ് ഈ കാണുന്നത്. എക്സ്പ്രഷൻ A യൂണിയൻ B, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് കേട്ടോ. A യൂണിയൻ B ഇന്റർസെക്ഷൻ C ഹോൾ കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു. ഇതെന്താണ് എന്നാണ് ചോദ്യം. കമ്പ്യൂട്ടർ സയൻസുകാർ പഠിക്കും, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിച്ചപ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് വലിയ ഒരു പുതുമയൊന്നും ഉണ്ടാവില്ല ഇതിൽ. വെൻ ഡയഗ്രാം വരയ്ക്കാൻ പോയാൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കും. കാരണം നമുക്കിതിങ്ങനെ കൺഫ്യൂഷൻ ആവും. എയും ബിയും സിയും ഉണ്ട്, കോംപ്ലിമെന്റ് എടുത്ത് പിന്നെ അതിന്റെ ഒരു സെറ്റ് മാർക്ക് ചെയ്ത് അതിന്റെ കോംപ്ലിമെന്റ് ചിലപ്പോൾ 2 നമ്മൾ വരയ്ക്കേണ്ടി വരും. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷെ ആ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലൊന്നും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നില്ലല്ലോ. സെറ്റിന്റെ ചോദ്യങ്ങളാണെങ്കിൽ തന്നെ ഡിസ്ക്രീറ്റ് പക്ഷെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, +2 പഠിക്കുന്ന കാലത്ത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങൾ മാത്സിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ് കിട്ടുക ആൻസർ? ഓക്കെ, നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു ഹോൾ കോംപ്ലിമെന്റ് ഉണ്ട് അല്ലെ? ഇവിടെ ഒരു സെറ്റ് യൂണിയൻ വേറൊരു സെറ്റ്, അതിന്റെ ഹോൾ കോംപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം.
യൂണിയൻ വെച്ചിട്ടുള്ള ഡിമോർഗൻസ് ലോ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഈ ഡിമോർഗൻസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ ഏറ്റവും പുറത്ത് കാണുന്ന കോംപ്ലിമെന്റ് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? ഈ കാണുന്ന മൊത്തം ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ വിത്ത് കോംപ്ലിമെന്റ്, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് എടുക്കാം അല്ലെ. അപ്പൊ ഞാനിവിടെ എഴുതുകയാണേ, നോക്കണേ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, അതിന്റെ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതിന്റെയും കോംപ്ലിമെന്റ്. അപ്പൊ ഇതാണ് ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ എ, ഇതാണ് എന്റെ ബി, അതിന്റെ യൂണിയനിന്റെ കോംപ്ലിമെന്റ്. എങ്ങനെ എഴുതാം നമുക്ക്? എയുടെ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് അല്ലെ, ഇതാണ് മൊത്തത്തിൽ എ, അതിന്റെയും കോംപ്ലിമെന്റ്. അപ്പൊ എന്തുവരെ നോക്കി നോക്കൂ. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ കോംപ്ലിമെന്റ്, ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു കോംപ്ലിമെന്റ്. ഈ യൂണിയൻ മാറിയിട്ട് ഇന്റർസെക്ഷൻ ആയിട്ട് മാറും. ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, നോക്കണേ. ഇത് കോംപ്ലിമെന്റ് ഒന്ന് ക്യാൻസൽ ആക്കി കളയാം അല്ലെ. മൊത്തം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, ഒന്ന് അവിടെ ഇരിക്കട്ടെ, ഇന്റർസെക്ഷൻ വിത്ത് ബി, ഇന്റർസെക്ഷൻ വിത്ത് ബി എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. ചിലപ്പോ വെൻ ഡയഗ്രാം വരച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന, കൺഫ്യൂഷൻ ആവുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി രണ്ട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്ന്, ഇവിടെ ആദ്യം ഇത് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് സ്പ്ലിറ്റ് ചെയ്യാം, ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. എന്ത് വരും നോക്കി നോക്കിയേ. എ ഇന്റർസെക്ഷൻ സി, ഈ സി ഞാൻ ബ്രാക്കറ്റിനകത്തേക്ക് കൊണ്ടുവന്നു, യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി, ഇന്റർസെക്ഷൻ വിത്ത് ബി. ഓക്കെ, ഇനി ഇത് ഞാൻ വീണ്ടും ഇന്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ആണ്. ഈ ബി ഇന്റർസെക്ഷൻ ബ്രാക്കറ്റിനകത്തേക്ക്. അപ്പോൾ എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി, ഓക്കെ, യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പൊ ഇതെന്താ വരിക? ഇത് എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി എന്നാ വരിക. മൂന്നെണ്ണത്തിന്റെ കൂടെ ഇന്റർസെക്ഷൻ, അതിൽ വേറെ ഒന്നും സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇവിടെ എന്ത് വരും? ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി. അതെങ്ങനെയാ വരിക? ബി ഇന്റർസെക്ഷൻ സിയും ബിയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ, ഈ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സബ്സെറ്റ്, ചെറിയ സെറ്റാ അല്ലെ. ബി ഇന്റർസെക്ഷൻ സി ആ കിട്ടുക, യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ ഒരു കാര്യം കൂടെ. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാ? ബി ഇന്റർസെക്ഷൻ സിയുടെ സബ്സെറ്റാ. അപ്പൊ വീണ്ടും ഇത് യൂണിയൻ എടുക്കുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് വലിയ സെറ്റ് ബി ഇന്റർസെക്ഷൻ സി കിട്ടും. എ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആണ്? ബി ഇന്റർസെക്ഷൻ സിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് വലുത് കിട്ടും, ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ചെറുതും കിട്ടും. ഓക്കെ, യൂണിയൻ എടുക്കുമ്പോൾ വലുതും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ചെറുതും കിട്ടും. അങ്ങനെ നമുക്ക് ബി ഇന്റർസെക്ഷൻ സി എന്നാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വെൻ ഡയഗ്രാം വരച്ചാൽ ബുദ്ധിമുട്ടോ? വെൻ ഡയഗ്രാം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്ക് ആവും. കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് പിന്നെ എടുക്കേണ്ടത്. അപ്പൊ ബുദ്ധിമുട്ടിലാവും. പിന്നെ വേറൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്കുണ്ട്. ഇതുവരെ ഈ ഒരു ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തിട്ട് ഇവിടുന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ ഇതിന്റെ വെൻ ഡയഗ്രാം വരച്ചു നോക്കാം. ഇതിന്റെ വെൻ ഡയഗ്രാം വരച്ചു നോക്കിയാൽ കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, ആദ്യം ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്തതിന്റെ ശേഷം ഈ ഒരു സാധനത്തിന്റെ വെൻ ഡയഗ്രാം വരച്ചു നോക്കിയാൽ എളുപ്പമാണ്. ഓക്കെ, HSA കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതൊക്കെ നമുക്കും അതെ ലാസ്റ്റ് സ്റ്റേജിൽ എടുക്കാം. അതെ, ഇതൊക്കെ നമുക്കും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയുള്ള ചോദ്യമാണ്. പക്ഷെ ഡിസ്ക്രീറ്റിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും. ഡിസ്ക്രീറ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചേഴ്സ് ഒക്കെ ആയിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ഇടുണ്ടാവുക. അപ്പോ
ഈ ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരും. പക്ഷെ HSA പോലത്തെ പരീക്ഷകൾക്കൊന്നും എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചേഴ്സ് ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ഇടുന്നുണ്ടാവുക. അത് സാധാരണ ഗവൺമെന്റ് കോളേജിലെ ലെക്ചേഴ്സ് ആയിരിക്കും. വെൻ ഡയഗ്രം വരച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വരുന്നത്, അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറച്ചും കൂടെ ഇത്രയും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. എന്നാലും പഠിച്ചോളൂ, പറയാൻ പറ്റില്ല. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ, പ്രോഗ്രാമറിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ചോദ്യം. ഇത് എളുപ്പാട്ടോ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ വളരെ വലുതാണെന്ന് മാത്രം. എന്താണ് നോക്കി നോക്കൂ. സൈഡിൽ എഴുതിയതോ ഏതാ? ഇതാണോ? ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവരുതേ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അതായത് 2 സെറ്റുകൾ, ഇത് കണ്ടില്ലേ, ഇത് ചെറുതും ഇത് വലുതും, അല്ലെ? ഇത് ചെറുത്, ഇത് വലുത്. ചെറുതും വലുതും നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ചെറുതാ കിട്ടുക എപ്പോഴും. യൂണിയൻ എടുക്കുമ്പോൾ വലുതും. സബ്സെറ്റ് ഉണ്ട്. A സബ്സെറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം പഠിച്ചു വെക്കണേ. A സബ്സെറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B എടുക്കുമ്പോൾ നമുക്ക് Aയും A യൂണിയൻ B എടുക്കുമ്പോൾ നമുക്ക് B ആണ് കിട്ടുക. ഇന്റർസെക്ഷനിൽ ചെറുതും യൂണിയനിൽ വലുതും, അത് സെപ്പറേറ്റ് പഠിച്ചു വെക്കണേ. ഇന്റർസെക്ഷനിൽ ചെറുതും യൂണിയനിൽ വലുതുമാണ് കിട്ടുക. ഓക്കെ, റൈറ്റ്. ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്, വേഗം ചെയ്തോളൂ. 60% people see program A, 50% see program B, 50% see program C, 30 see program A and B, 20 see program B and C, 30 see program A and C. 10% do not see any program. ഒരു പ്രോഗ്രാമും കാണുന്നില്ല. ഫൈൻഡ് വാട്ട് പെർസെൻറ്റേജ് സി പ്രോഗ്രാം A, B and C. A, B and C കണ്ടുപിടിക്കുന്ന ആളുകളുടെ പെർസെൻറ്റേജ് എത്രയാണ്? 10%, 20%, 5%, 25%. എത്രയാണ് വരിക? Yes, Marin Joseph. It's correct ആണ്. Yes, അഞ്ജു, ഐശ്വര്യ കറക്റ്റ് ആണ്. എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നമുക്ക് പെർസെൻറ്റേജ് വെച്ച് ആ നമ്പർ വെച്ച് തന്നെ ചെയ്യാം. നമ്പർ ഓഫ് എ, എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 60, എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 50 അല്ലേ? എൻ ഓഫ് ബി 50, എൻ ഓഫ് സി 50 again, n of A intersection B 30, n of A intersection C 30, n of B intersection C 20, അല്ലേ? 20% B and C, 30% A and C. ഇനി 10% എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡു നോട്ട് സി എനി പ്രോഗ്രാം എന്ന് വെച്ചാൽ A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ C കോംപ്ലിമെന്റ്, അതാണ് 10%. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, 100% അല്ല ഇവിടെ A യൂണിയൻ B യൂണിയൻ C. അത് ആദ്യം മനസ്സിലാക്കുക. 100% പെർസെൻറ്റേജ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? 100% ആണ് ടോട്ടൽ എന്നെടുക്കാം. ആ 100% ആണ് ടോട്ടൽ, പക്ഷെ 100% അല്ല A യൂണിയൻ B യൂണിയൻ C. കാരണം എന്താണ്? ഇവിടെ ഒരു അഡീഷണൽ കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കാണാത്ത ആളുകളുണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഇംഗ്ലീഷും
ഹിന്ദിയും സംസാരിക്കുന്ന ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ ഒന്നും സംസാരിക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ആ ഉള്ള ടോട്ടലിനെ നമുക്ക് യൂണിയൻ ആയിട്ട് എടുക്കാമായിരുന്നു. ഇവിടെ അങ്ങനെ ടോട്ടലിനെ യൂണിയൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം 10% ആളുകൾ ഈ ഒരു പ്രോഗ്രാമും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ സാധനത്തിനെ എന്താക്കി മാറ്റണം? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്നുള്ളതിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇറ്റ് ഈസ് 100 മൈനസ് എൻ ഓഫ് സോറി ഇങ്ങനെ എഴുതാം നമുക്ക്, കോംപ്ലിമെന്റ് വെച്ചിട്ട്. അതായത് ഒന്നും കാണാത്ത ആൾക്കാർ 10% ഉണ്ട് അല്ലെ? അപ്പോൾ എല്ലാം കാണുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഉണ്ടാവും? ഡയറക്റ്റ് എഴുതി കൂടെ 90% കാണും അല്ലെ? ഒന്നും കാണാത്ത ആളുകൾ 10% ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമെങ്കിലും കാണുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ 90% കാണുക അല്ലെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അഡീഷൻ തിയറം തന്നെ ഉപയോഗിക്കാം. എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി minus n of a intersection c minus n of b intersection c plus n of a intersection b intersection c. ഇതിനെ ഇവിടെ നിർത്തുക. ബാക്കിയുള്ള ടേമിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നോളൂ, അതായിരിക്കും നല്ലത്. 90 ഈക്വൽ ടു 60 പ്ലസ് 50 പ്ലസ് 50 മൈനസ് 30 മൈനസ് 30 മൈനസ് 20 പ്ലസ് n of a intersection b intersection c. ഓക്കെ, എത്ര കിട്ടും നോക്കിയേ? 20 30 50 പോയി. പിന്നെ ഇവിടെ വീണ്ടും ഇത്ര പോവും? ഇത് 110, ഇത് 80 മാറും അല്ലെ? 80 പ്ലസ് n of a intersection b intersection c. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ആയതുകൊണ്ട് അതെന്താണ്? 90 മൈനസ് 80 10%. 90 മൈനസ് 80 10%. അതെന്നെ എഴുതേണ്ടത്. അതാണ് കോംപ്ലിമെന്റ് ആയിട്ട് എഴുതേണ്ടത്. ഈ സാധനത്തിനെ നമ്മൾ എങ്ങനെ എഴുതും? അതാണ് ഞാനിപ്പോൾ എഴുതിയത്. എ യൂണിയൻ ബി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് ആണ് എത്ര? 10%. ഓക്കെ, അപ്പോ ഇതിന്റെ മൈനസ് ചെയ്യുന്നത് എവിടുന്നാ ശരിക്കും? 1 എന്നല്ല, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ് മൈനസ് ചെയ്യുന്നത് അല്ലെ? യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് 100. അപ്പൊ 100 ഈ 10 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി കിട്ടും. അതാണ് ഈ 90% നമ്മൾ എഴുതിയിട്ടുള്ളത് ഇവിടെ. ഓക്കെ, 90% എഴുതിയിട്ടുള്ളത് അതാണ്. ഓക്കെ, ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് ചെയ്യുക, എത്തിക്കരുത്. റൈറ്റ്, അടുത്ത ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 6. വളരെ ചെറിയ ചോദ്യമാണ്, വേഗം നിങ്ങൾക്ക് ആൻസർ പറയാം. ഇതായിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡി മോർഗൻസ് ലോ? താഴെ പറയുന്നതിൽ ഡി മോർഗൻസ് ലോ ഏതാണെന്ന ചോദ്യം. ഇത്രയും ചെറിയൊരു ചോദ്യം അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡി മോർഗൻസ് ലോ? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലെ? എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് ഓപ്ഷൻ സി അല്ലെ? ഡി മോർഗൻസ് ലോ ഓപ്ഷൻ സി ആണ്. ഇതല്ലാതെ വേറൊരു ഡി മോർഗൻസ് ലോയും കൂടെ ഉണ്ട്. അതേതാണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇല്ലേ? ഓക്കെ, യെസ്. അടുത്ത ചോദ്യം സിമ്പിൾ ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. 7ാമത്തെ ചോദ്യം നോക്കൂ.
For two non-empty sets A and B, A complement minus B complement is equal to A complement minus B complement എന്താണ് ചോദ്യം. ട്രൈ നോക്കുക. A complement minus B complement. Okay. Yes. ഇതാണ് എ ആണോ ബി ആണോ? ബി ആണ് അല്ലേ? ബി ആണ്. ഓക്കെ. എ മൈനസ് ബി ആണ് ആൻസർ വരിക. സോറി, ബി മൈനസ് എ ആണ് ആൻസർ വരിക അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റണേ നമുക്ക് നോക്കൂ. ഇപ്പോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് പഠിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം അല്ലേ? ഇതെന്താവും? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ബി ആണ് അല്ലേ? ഇവിടെ എ മൈനസ് ബിനെ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതി. ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റിനെ നമ്മൾ എങ്ങനെയാന്ന് എഴുതുക? ബി മൈനസ് എ എന്നാണ് എഴുതുക. വേണമെങ്കിൽ അതും കൂടെ എഴുതി വെച്ചോളൂ. ബി മൈനസ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ ഇന്റർസെക്ഷൻ സോറി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി ആണ്. ഈ രണ്ട് എക്സ്പ്രഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റിനെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇതിനെ ബി എന്ന് എഴുതാൻ പറ്റും. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് ബി മൈനസ് എ ആണ്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആൻസർ കിട്ടും. വെൻ ഡയഗ്രം വെച്ചും ചെയ്യാം. വെൻ ഡയഗ്രം വെച്ചും ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്തത് 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതൊക്കെ പി എസ് സിയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. റീസെന്റ് ആയിട്ട് നടന്ന പി എസ് സിയുടെ ചോദ്യങ്ങൾ, ഏകദേശം ഒരു 2022 ശേഷമുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. പല പരീക്ഷകളായിട്ട് നടന്നത്. ഒന്നും തന്നെ പുറത്തുനിന്ന് ചോദ്യങ്ങളില്ല, ഒക്കെ പി എസ് സി ചോദ്യങ്ങൾ തന്നെയാണ്. n of a equal to 10, n of b equal to 6, n of c equal to 5. A, B, C are mutually disjoint. Then A union B union C is equal to. എയും ബിയും സിയും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അതാ വെച്ചാൽ അതിനൊന്നും കോമൺ എലമെന്റ്സ് ഇല്ല, ഇന്റർസെക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് n of A union B union C? എന്തായിരിക്കും? n of A plus n of B plus n of C ആയിരിക്കും അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഡീഷൻ തിയറം എങ്ങനെ നമ്മൾ എഴുതും? n of A union B union C is equal to n of A plus n of B plus n of C ആണ് വരിക അല്ലേ? എന്ന് പറഞ്ഞാൽ അത് 10 plus 6 plus 5 21 വരും. ഇറ്റ് ഈസ് 21. ഓക്കെ അല്ലേ? ബി ഡയറക്റ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ബിക്കോസ് ഇവിടെ മ്യൂച്വലി ഡിസ്ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ n of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 0 ആണ് വരിക അല്ലെ? അല്ലെങ്കിൽ A ഇന്റർസെക്ഷൻ B ഒക്കെ നൾ സെറ്റ് ആ വരിക. അങ്ങനെ പഠിച്ചാലും മതി. A ഇന്റർസെക്ഷൻ B നൾ സെറ്റ് ആയിരിക്കും, B ഇന്റർസെക്ഷൻ C നൾ സെറ്റ് ആയിരിക്കും, A ഇന്റർസെക്ഷൻ C നൾ സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ സിയും നൾ സെറ്റ് ആയിരിക്കും. ഇതിലൊന്നും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. ഓക്കെ. 8. 9ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following is a singleton set? താഴെ പറയുന്നവയിൽ സിംഗിൾട്ടൺ സെറ്റ് ഏതാണ്? Which of the following is a singleton set? സിംഗിൾട്ടൺ സെറ്റ് ഏതാണ്?
ഇതിലെ സിംഗിൾട്ടൺ സെറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഇതിലെ സിംഗിൾട്ടൺ സെറ്റ്? ഇത് നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം കേട്ടോ. ക്ലാസ് കണ്ട് പഠിച്ച ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സാധനം ഇതിൽ പറയുന്നത് മനസ്സിലാവില്ല. അത് ശ്രദ്ധിക്കണം. യെസ്, എങ്ങനെയാണ് നോക്കണേ? ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? മോഡ് എക്സ് ഈക്വൽ ടു 10. എക്സ് ബിലോങ്സ് ടു സെഡ് എന്ന് പറയുന്നുണ്ട്. മോഡ് എക്സ് 10 ആവണം. മോഡുലസ് എക്സ് 10 ആവണം. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 10 വരും. അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് -10 ഉണ്ടാവും, +10 പോസിബിൾ ആണ് അല്ലെ? ഇതപ്പോ സിംഗിൾട്ടൺ സെറ്റ് അല്ല. ഇനി സി എടുത്തു കഴിഞ്ഞാലോ? സിയില് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5. എക്സ് ബിലോങ്സ് ടു n ആണ് പറയുന്നത് അല്ലെ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5, എക്സ് ബിലോങ്സ് ടു n. എക്സ് ഈക്വൽ ടു √5 ഡസ് നോട്ട് ബിലോങ്സ് ടു, അങ്ങനെ ഒരു എക്സ് ഉണ്ടാവില്ല. √5 എന്ന് പറഞ്ഞൊരു എക്സ് ഉണ്ടാവില്ല. അപ്പൊ ഇത് നൾ സെറ്റ് ആണ്. ഇതും അല്ല സിംഗിൾട്ടൺ സെറ്റ്. സി എന്ന് പറയുന്നത് 5 ആണ് അല്ലെ? അപ്പൊ ബി നോക്കിയേ. ഇനി മോഡ് എക്സ് ഈക്വൽ ടു 20. ഇതിപ്പോ എന്താ പ്രത്യേകത? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 20 നേരത്തെ നമ്മൾ എഴുതിയ പോലെ. പക്ഷേ എക്സ് ബിലോങ്സ് ടു n എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു n ആയതുകൊണ്ട് നെഗറ്റീവ് നമ്പർ എടുക്കാൻ പറ്റില്ല. നമുക്ക് എക്സിന് 20 എന്ന് പറഞ്ഞൊരു വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിവിടെ 20 എന്ന് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് സിംഗിൾട്ടൺ സെറ്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടത്തെ സിംഗിൾട്ടൺ സെറ്റ്. അത് തന്നെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യം. If for two sets A and B, n of A equal to 4, n of B equal to 7, then the possible minimum and maximum number of elements in A union B are respectively n of A. Aയിൽ 4 എലമെന്റുകളും ബിയിൽ 7 എലമെന്റുകളും ആണുള്ളത്. ഏത് എലമെന്റുകളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എയിൽ 4 എലമെന്റുകളും ബിയിൽ 7 എലമെന്റുകളും ഉണ്ട്. നമുക്ക് വേണ്ടത് n of A യൂണിയൻ ബി. എ യൂണിയൻ ബിയിലെ എലമെന്റുകളുടെ എണ്ണം, അതിലെ മിനിമവും മാക്സിമവും എത്രയാണെന്ന് പറയണം. മിനിമവും മാക്സിമവും എത്രയാണെന്ന് പറയണം. എത്രയാവാനുള്ള സാധ്യത എത്രയാണെന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. ഏകദേശം പോസിബിലിറ്റിയെ പറയാൻ പറ്റുള്ളൂ. ഏതാണ് പോസിബിലിറ്റി? എത്രയാണ് പോസിബിലിറ്റി? യൂണിയനിലെയാണ് പറയുന്നത് കേട്ടോ. യൂണിയൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. യൂണിയൻ ആണ്, ശ്രദ്ധിച്ച് പറയാ. അതായത് നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 4 എലമെന്റ്സ് ഉണ്ട്. n of A 4, n of B 7 അല്ലെ? ഈ എയും ബിയും ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റാന്ന് വിചാരിക്കൂ. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 ഡിസ്ജോയിന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ സെറ്റുകളാണെന്ന് വിചാരിക്കൂ. അപ്പോ എ യൂണിയൻ ബിക്കകത്ത് എത്ര എലമെന്റ്സ് കാണും? എ യൂണിയൻ ബിക്കകത്ത് എത്ര എലമെന്റ്സ് കാണും? 11 എലമെന്റ്സ് കാണും. മാക്സിമം നമ്പർ 11 ആണ്. 11 കൂടുവോ? ഇല്ല. 7 4 11 ഇത്രയല്ലേ വരുള്ളൂ. ഓക്കെ, ഇനി മിനിമം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. n ഓഫ് എ യൂണിയൻ ബി ആണ് മിനിമത്തിന്റെ പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ. ഈ എയും ബിയും സെറ്റ് ഏതാന്ന് നമുക്കറിയില്ല. എലമെന്റ്സിന്റെ എണ്ണം മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലെ? അപ്പൊ എ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് ആവാൻ സാധ്യതയുണ്ട്? ബിയുടെ സബ്സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം എയിൽ 4 എലമെന്റ്സും ബിയിൽ 7 എലമെന്റ്സും ഉള്ളത്. അപ്പൊ എലമെന്റ്സിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ എ ആണ് ചെറുത്. അപ്പൊ എയിലെ എലമെന്റ്സ് മുഴുവൻ ബിയിൽ ഉണ്ടെന്ന് വിചാരിക്കും. എയിലെ എലമെന്റ്സ് മുഴുവൻ ബിയിൽ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ യൂണിയനിൽ മാക്സിമം എത്ര എലമെന്റ്സേ കാണുള്ളൂ? വലിയ സെറ്റ് ഏതാണോ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രേ കാണുള്ളൂ. അതായത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു? വലിയ സെറ്റാന്ന് പറഞ്ഞു. യൂണിയൻ എപ്പോഴും വലിയ സെറ്റും ഇന്റർസെക്ഷൻ എപ്പോഴും ചെറിയ സെറ്റും ആയിരിക്കും അല്ലെ? അപ്പൊ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പോൾ ഇവിടെ മിനിമം എത്ര എലമെന്റ്സ് ആണ് ഉണ്ടാവുക? 7 എലമെന്റ്സ് ആണ് ഉണ്ടാവുക അല്ലെ? മിനിമം കൂട്ടുകയാണ് കേട്ടോ. 4ഉം 7ഉം കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും 4 കിട്ടില്ല. 4 എന്ന് പറഞ്ഞ പോസിബിലിറ്റി ഒരിക്കലും കിട്ടില്ല. 4 എയിലുള്ള എലമെന്റുകളും 7 ബിയിലുള്ള എലമെന്റുകളും കൂടെ കൂട്ടി ഒന്നിച്ച് എഴുതിയാൽ
നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് അതിൽ യൂണിയൻ എടുക്കുമ്പോൾ 7 എലമെന്റ്സ് എങ്കിലും ഉണ്ടാവും. അത് എപ്പോഴാണ് ഏറ്റവും കുറഞ്ഞത് കിട്ടുക? എയുടെ എലമെന്റ്സ് മുഴുവൻ, എയിലുള്ള എലമെന്റ്സ് മുഴുവൻ ബിയിൽ ഉണ്ടാവുമ്പോൾ, എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ആവുമ്പോൾ. അപ്പൊ മിനിമം 7 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ യൂണിയനിലെ ഏറ്റവും മിനിമം എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് നമ്പർ അല്ലെ, അതിലുള്ള തന്നതിൽ ഏറ്റവും വലിയ നമ്പർ എടുത്താൽ മതി. തന്നതിൽ ഏറ്റവും വലിയ നമ്പർ ചൂസ് ചെയ്താൽ മതി. മാക്സിമം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുക. മിനിമം കണ്ടുപിടിക്കാൻ പറയുന്നത് തന്നതിൽ വലുത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് 10ാമത്തെ ചോദ്യം. ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. 11 യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ ഡെൽറ്റ ബി എന്താന്ന് കണ്ടുപിടിക്കുക. യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. യൂണിയൻ ഒന്നും ശ്രദ്ധിച്ചില്ല അല്ലെ, അതാണ് പ്രശ്നം. എ ഡെൽറ്റ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഡെൽറ്റ ബി എങ്ങനെ കണ്ടുപിടിക്കും? എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചാൽ മതി അല്ലെ. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചാൽ മതി. യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് വെറുതെ തന്നിരിക്കുകയാണ്. എ ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ യൂണിയൻ ബിക്ക് അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവും നോക്കൂ. 2 കാണും, 3 കാണും, 4, 5, 6, 7, 8 അല്ലെ. ഇത്ര എലമെന്റ്സ് 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്, 7 ഇവിടെ ഉണ്ട്, 8 ഇവിടെ ഉണ്ട്. മൊത്തം എഴുതാം. മൈനസ് ഇന്റർസെക്ഷനിൽ ആര് മാത്രമേ കാണുള്ളൂ? 2 മാത്രമേ കാണുള്ളൂ അല്ലെ. ഇന്റർസെക്ഷനിൽ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അതിനെ മാറ്റിയാൽ നമുക്ക് കിട്ടുന്നത് ഇവിടുന്ന് 3 മാത്രമാണ്, 2 മാത്രമാണ് മാറ്റുക. 3, 4, 5, 6, 7, 8. യെസ്, കറക്റ്റ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുന്നത് കറക്റ്റ് ആണ്. മെറിൻ, അനുജ, വൈഷ്ണവ് കറക്റ്റ് ആണ് കേട്ടോ. യെസ്, റജില, ഷിബില, അഞ്ജു. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യം. ഫോർ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, സെറ്റ് 1, സെറ്റ് 1, 2 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ട്രൂ അല്ലാത്തത് ഏത്? ട്രൂ അല്ലാത്തത് ഏത്? ഏതാണ് ട്രൂ അല്ലാത്തത്? ട്രൂ അല്ലാത്തത് ഏത്? അയ്യോ, ട്രൂ അല്ലാത്തതാ ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ 1, 2 എന്ന് പറഞ്ഞ 2 എലമെന്റ്സ് ഇതിലുണ്ട് അല്ലെ. അതിനെ കൊണ്ട് നമുക്കൊരു സെറ്റ് ഫോം ചെയ്യാം. 1, 2 ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എ. എയുടെ സബ്സെറ്റ് ആണ്, അത് ശരിയാണ്. 1, 2 ഇസ് എ സബ്സെറ്റ് ഓഫ് എ, കറക്റ്റ് ആണ്. യെസ്, അഞ്ജു കറക്റ്റ് ആണ്. ഷിബില, റജില, അഞ്ജു കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലാത്തത് എന്ന് പറയാം. ഇനി നോക്കി നോക്കുക അടുത്തത്. ഈ 1, 2 ഇസ് എൻ എലമെന്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റുമോ? 1, 2 സെറ്റ് 1, 2 അതെ പറ്റും. ദേ സെറ്റ് 1, 2 എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഈ സെറ്റിൽ എയിൽ എത്ര എലമെന്റ്സ് ആണല്ലേ? 1, 2, 3, 4, 5. 5ാമത്തെ എലമെന്റ് ആണ് സെറ്റ് 1, 2. ഇറ്റ്സ് എൻ എലമെന്റ് ഓഫ് എ. ഈ സെറ്റ് 1, 2 ഈ സെറ്റ് 1, 2 വേറെ വേറെയാണ് കേട്ടോ. ഇത് സബ്സെറ്റ് ആണ്. അത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ 1ഉം 2 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു എലമെന്റ് ആണ്. അത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന എലമെന്റിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അപ്പൊ അതും ശരിയാണ്. ഇനി ഇവിടെയോ 1, 2 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മുടെ സെറ്റിനകത്തുണ്ട്. ഈ കാണുന്ന എലമെന്റ് അത് ഒരു സെറ്റ് ആക്കി എഴുതിയാൽ ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഇത് ഈ സെറ്റിന്റെ ഒരു സിംഗിൾട്ടൺ സബ്സെറ്റ് ആണ് അല്ലെ. ഇതെന്താണ്? സബ്സെറ്റ് ആണ്. അതും ശരിയാണ്. പിന്നെ ഇവിടെ നോക്കൂ നിങ്ങൾ, 1 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട് ഇതിൽ. 1 എലമെന്റ് ഓഫ് എ എന്ന് പറയാം, അത് ശരിയാണ്. പക്ഷേ 1 സെറ്റ് 1 ഈസ് എൻ എലമെന്റ് ഓഫ് എ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്. കാരണം സെറ്റ് 1 എന്ന് പറഞ്ഞാൽ അത് സബ്സെറ്റ് ഓഫ് എ ആണ്. ഇതാണ് ശരി, ഇത് തെറ്റാണ്. അപ്പോൾ
ഇതാണ് ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വേണ്ടത് തെറ്റായ നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സബ്സെറ്റ് ആയിട്ടാണ് വരിക. ബി സബ്സെറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യം. 13. The number of elements in the set, ഈ സെൽ കേട്ടോ, in the set ആണ്. In the set A equal to set of all x such that mod 2x plus 3 is less than 7. X belongs to set. ഇതിലെ എലമെന്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് എലമെന്റ്സ്, നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം അല്ലെ. ഇൻഇക്വാലിറ്റി ആണത്. മോഡ് 2x plus 3 ലെസ് ദാൻ 7 എന്ന് പറഞ്ഞ ഇൻഇക്വാലിറ്റി ആണ്. ഏതെങ്കിലും ഒരു ഇൻഇക്വാലിറ്റി മോഡ് x ലെസ് ദാൻ a എന്ന് തന്നാൽ ഈ മോഡുലസ് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് -a ലെസ് ദാൻ x ലെസ് ദാൻ a എന്ന് എഴുതുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. -7 ലെസ് ദാൻ 2x plus 3 ലെസ് ദാൻ 7. ഇനി ഇവിടുന്ന് 3നെ കളയാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഇക്വേഷനെ 3 കൊണ്ട് മൈനസ് ചെയ്യാം. അപ്പോൾ -7 -3 ലെസ് ദാൻ 2x plus 3 -3 ലെസ് ദാൻ 7 -3. ഇതെന്ന് വന്നു -10 ലെസ് ദാൻ 2x, ഇത് കട്ട് ചെയ്ത് പോവും, ലെസ് ദാൻ 4 എന്ന് കിട്ടും അല്ലേ. ഇനി ഈ 2നെ കളയാൻ ത്രൂ ഔട്ട് ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് -5 ലെസ് ദാൻ 2 ഇല്ല, എക്സ് 2 ആണ് പോയത്, എക്സ് ഉണ്ടാവും, ലെസ് ദാൻ 2. അപ്പൊ -5നേക്കാളും വലുതും 2നേക്കാളും ചെറുതും സെഡിലെ എലമെന്റ് ആണ് എക്സ്, ഇൻഡിജർ ആണ്. അപ്പൊ ഏതൊക്കെ ഇൻഡിജർ ആണ് -5നേക്കാളും വലുത്? -4, -3, -2, -1, 0, 1. ഇത്ര എലമെന്റ്സ്. 2നേക്കാളും ചെറുതാണ് 2 എടുക്കരുത്. 1, 2, 3, 4, 5, 6 അല്ലെ. എത്ര എലമെന്റ്സ് കാണും? 6 എലമെന്റ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഓക്കെ അല്ലേ? 6 എലമെന്റ്സേ ഈ സെറ്റിനകത്ത് കാണുള്ളൂ. യെസ്, -5 to 2, പക്ഷെ നോട്ട് ഇൻക്ലൂഡിങ് -5 and 2. -5നെയും 2നെയും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണ്? ബിറ്റ്വീൻ അത് തന്നെ ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? ഇൻഇക്വാലിറ്റീസ് ചേഞ്ച് ചെയ്യുന്ന കേസ് ശ്രദ്ധിക്കാം, മോഡുലസ് വരുന്ന സമയത്ത് പ്രത്യേകം. ഓക്കെ, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിലോ അതെങ്ങനെയാണ് എഴുതുക? മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നും എക്സ് ലെസ് ദാൻ -a എന്നും എഴുതും. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് രണ്ടും ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇനി എവിടെയെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കും. രണ്ടും പഠിച്ചു വെക്കാം. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ എ എന്നും എക്സ് ലെസ് ദാൻ -a എന്നുമാണ് എഴുതേണ്ടത്. മോഡ് എക്സ് ലെസ് ദാൻ എ ആണെങ്കിൽ -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, -aയുടെയും +aയുടെയും ഇടയിൽ. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എനേക്കാളും വലുതും -aനേക്കാളും ചെറുതും, -aയുടെയും +aയുടെയും ഇടയിൽ ഉണ്ടാവില്ല. ഓക്കെ, ആ കാര്യം ഓർത്തു വെച്ചോളൂ. 13. 14ാമത്തെ ചോദ്യം നോക്കൂ. The number of subsets of a set, number of subsets with 8 elements of a set with 10 elements. 10 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ 8 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം. 10 എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ 8 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം. നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 8 എലമെന്റ്സ് ഇൻ എ സെറ്റ് ഹാവിംഗ് 10 എലമെന്റ്സ്. 10 എലമെന്റ്സ് ഉള്ള സെറ്റിൽ 8 എലമെന്റ്സ് ഉള്ള എത്ര സെറ്റ് കാണും? സബ്സെറ്റ് കാണും. എങ്ങനെ ചെയ്യാ? 10 എലമെന്റ്സ് ഉള്ള സെറ്റിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് n of a is 10. Number of subsets of a with 8 elements എത്ര എണ്ണം കാണും എന്നാ ചോദിക്കണേ. എങ്ങനെ കണ്ടുപിടിക്കാം? 10 എണ്ണത്തിൽ നിന്നും 8 എണ്ണം മറ്റേ ടൈം സെലക്ട് ചെയ്യാം അല്ലെ. 10C8 കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടത്.
കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യേണ്ടത്. യെസ്, കറക്റ്റ് ആണ്. 10C8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NC6 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. NC(n-r) എന്ന ഒരു ഫോർമുലയുണ്ട്. NC6 എന്ന് പറഞ്ഞാൽ NC(n-r) എന്ന് നമുക്ക് എഴുതാം അല്ലെ. അപ്പോ ഇവിടെ 10C8 എന്നുള്ളതിനെ നമുക്ക് 10-8 2 എന്ന് എഴുതാലോ. ഇനി ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ട്. താഴെ 2 ആണെങ്കിൽ താഴെ 2 നമ്പർ 1 × 2, മുകളിലും 2 നമ്പേഴ്സ് 10 നിങ്ങളുടെ താഴോട്ട് 10 × 9. മുകളിലും താഴെയും നമ്പറുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ 2 ആണെങ്കിൽ 1 × 2, 3 ആണെങ്കിൽ 1 × 2 × 3, 4 ആണെങ്കിൽ 1 × 2 × 3 × 4. ഇവിടെ 2 ഉള്ളൂ, അപ്പോൾ 1 × 2. മുകളിലും 2 നമ്പേഴ്സേ അപ്പോൾ എഴുതണ്ടുള്ളൂ, പക്ഷെ 10 നിങ്ങൾ താഴോട്ട് എഴുതണം. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്ത് വരും? 45 എന്ന് വരും. 45 സബ്സെറ്റുകൾ ഉണ്ടാവും 8 എലമെന്റ് ഉള്ളത്. 10 എലമെന്റ് ഉള്ള ഒരു സെറ്റില് 8 എലമെന്റ് ഉള്ള 45 സബ്സെറ്റുകൾ കാണും. 45 സബ്സെറ്റുകൾ കാണും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ല. അടുത്തത് 15ാമത്തെ ചോദ്യം നോക്കൂ. 15ാമത്തെ ചോദ്യം. In a class among the students with roll numbers from 1 to 140, 1 മുതൽ 140 വരെ റോൾ നമ്പറുകളുള്ള സ്റ്റുഡൻസിൽ all the students with the even roll number ഉള്ള സ്റ്റുഡൻസ് ചൂസ് മാത്തമാറ്റിക്സ് കോഴ്സ്. Those whose roll number is divisible by 3 choose physics. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന റോൾ നമ്പർ ഉള്ള ആളുകൾ ഫിസിക്സ് ചൂസ് ചെയ്യുന്നു. Those whose roll number ആണ് കേട്ടോ, WHS, divisible by 5 choose chemistry. Then how many students did not choose any course? ഒരു കോഴ്സും ചൂസ് ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു കോഴ്സും ചൂസ് ചെയ്യാത്ത സ്റ്റുഡൻസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി നോക്കാം. ആകെ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 140 സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് 140. ഓക്കെ, ഇനി മാത്തമാറ്റിക്സ് കോഴ്സ് ചൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ചൂസസ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈവൻ റോൾ നമ്പർ ഉള്ള ആൾക്കാരൊക്കെ മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ 140, 1 മുതൽ 140 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? പകുതി ഈവൻ നമ്പർ ആണ്. 70 ഈവൻ നമ്പർ ഉണ്ട് അല്ലെ. അപ്പോൾ മാത്തമാറ്റിക്സിൽ 70. ഇനി ഫിസിക്സിൽ 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന നമ്പർ റോൾ നമ്പർ ഉള്ള ആളുകളാണ് ഫിസിക്സ് ചൂസ് ചെയ്യുക. അപ്പോൾ 1 മുതൽ 140 വരെയുള്ള നമ്പറുകളിൽ 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന നമ്പറുകൾ മാത്രം. അതായത് 3ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 140/3 ചെയ്യും. എന്നിട്ട് അതിന്റെ ഇന്റിജർ പാർട്ട് മാത്രം, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ പോലെ ഇന്റിജർ പാർട്ട് മാത്രം ചൂസ് ചെയ്യും. 140നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്റിജർ ഭാഗം മാത്രം നമ്മൾ ചൂസ് ചെയ്യും. 140നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 46 പോയിന്റ് എന്നാ കിട്ടാം. അപ്പൊ നമ്മളത് അപ്രോക്സിമേറ്റ് ആക്കിയിട്ട് എന്തെടുക്കും? 46 വരിക, 46 ചൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് കെമിസ്ട്രിയുടെ ആൾക്കാരുടെ എണ്ണം. കെമിസ്ട്രിയുടെ ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും കെമിസ്ട്രിയിൽ ഉണ്ടാവുക. അപ്പോൾ 140/5 അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഭാഗം മാത്രം എത്ര കിട്ടാം? 140/5 എന്ന് പറയുമ്പോൾ 140/5 വരാം 28 അല്ലെ. 28 കിട്ടും. ഇതില് 28. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, ഇപ്പോ നമുക്ക് N(m) കിട്ടിയിട്ടുണ്ട്, N(p) കിട്ടിയിട്ടുണ്ട്, N(c) കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണ്ടി വരും ഇതിനകത്ത്? N(m) ഇന്റർസെക്ഷൻ p വേണ്ടി വരും അല്ലെ. m ഇന്റർസെക്ഷൻ p വേണ്ടി വരും. m ഇന്റർസെക്ഷൻ p വേണ്ടി വരും, ശരിയല്ലേ?
എം ഇന്റർസെക്ഷൻ പിയിൽ എന്താ വരിക? എം ഇന്റർസെക്ഷൻ പി എന്ന് പറഞ്ഞാൽ രണ്ടാണ് മാത്തമാറ്റിക്സ്, ഈവൻ നമ്പർ ആണ് അല്ലെ. ആൻഡ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ 3. അപ്പൊ രണ്ടും കൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ 6 അല്ലെ. 140/6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. ഇത് ഫിസിക്സ് 2 ഈവൻ നമ്പർ ആണ്, സോറി മാത്സ് ഈവൻ നമ്പർ ആണ്, ഫിസിക്സ് 3 ആണ് അല്ലെ. 3ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ രണ്ടും കൂടെ വരിക എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. 140/6 അതാണ് നമ്മൾ എം ഇന്റർസെക്ഷൻ പി ആയിട്ട് എടുക്കേണ്ടത്. ഇറ്റ് 23 എന്ന് കിട്ടും. ഇനി അതുപോലെ എം ഇന്റർസെക്ഷൻ കെമിസ്ട്രി 2ഉം 5ഉം 10 140/10 കൃത്യമായിട്ട് കിട്ടും ആൻസർ അല്ലെ, 14. ഇനി അടുത്തത് ഫിസിക്സ് ഇന്റർസെക്ഷൻ കെമിസ്ട്രി 3ഉം 5ഉം 15 140/15. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എത്രയാണ് നോക്കാം. 140നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9. ഓക്കെ, ഇനി നമുക്ക് അഡീഷൻ തിയറി ഉപയോഗിക്കാം. ഇന്റർസെക്ഷനും കൂടെ നോക്കണം അല്ലെ. ഇന്റർസെക്ഷൻ കൂടെ വേണമല്ലോ. എം ഇന്റർസെക്ഷൻ പി ഇന്റർസെക്ഷൻ സി, ഫിസിക്സും കെമിസ്ട്രി മാത്സും എത്ര വരിക? 140/30 140/30 എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലെ. 140/30 4 എന്ന് കിട്ടും. ഇത്രയും വാല്യൂസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൻ ഓഫ് ഡിഡ് നോട്ട് ചൂസ് എനി കോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എം യൂണിയൻ പി യൂണിയൻ സി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി പ്ലസ് എൻ ഓഫ് സി, എം ഇന്റർസെക്ഷൻ പി, എം ഇന്റർസെക്ഷൻ സി, പി ഇന്റർസെക്ഷൻ സി പ്ലസ് എം ഇന്റർസെക്ഷൻ പി ഇന്റർസെക്ഷൻ സി. നോക്കി നോക്കാം നമുക്ക് എത്രയാന്നുള്ളത്. എത്ര വരും? 70 പ്ലസ് 46 പ്ലസ് 28 മൈനസ് 23 മൈനസ് 14 മൈനസ് 9 പ്ലസ് 4. എത്ര കിട്ടുക? ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 102 എന്നാണ്. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 102. ഓക്കെ, 102 അല്ല കേട്ടോ നമ്മുടെ ആൻസർ. 102 അല്ല നമ്മുടെ ആൻസർ. ഇതെന്താ സാധനം? 102 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എങ്കിലും ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എങ്കിലും ചൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം. നമുക്ക് ഒരു കോഴ്സും ചൂസ് ചെയ്യാത്ത ആളുകളുടെ എണ്ണമാണ് വേണ്ടത്. അപ്പൊ എന്ത് വേണം നമ്മൾ ശരിക്കും? എൻ ഓഫ് എം കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ പി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം യൂണിയൻ പി യൂണിയൻ സി. 140 മൈനസ് 102, 140 മൈനസ് 102 ഇതായിരിക്കണം നമ്മുടെ ആൻസർ. ഇറ്റ് ഇസ് 38. ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ 38 ആണ് കിട്ടുക. ഓപ്ഷൻ ഡി. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നുകൂടെ കണ്ടു നോക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. റൈറ്റ്, ശരി, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 16ാമത്തെ ചോദ്യം നോക്കൂ. 16ാമത്തെ ചോദ്യം. In a class of 35 students, 17 have taken mathematics, 10 have taken mathematics but not computers. Find the students who have taken both mathematics and computers. 35 പേരുള്ള ഒരു ക്ലാസ്സിൽ 17 പേര് മാത്തമാറ്റിക്സ് എടുത്തു, 10 പേര് മാത്തമാറ്റിക്സ് എടുത്തു എന്നാൽ കമ്പ്യൂട്ടർ എടുത്തില്ല. യെസ്, ടൈം കാൽക്കുലേഷൻ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രാക്ടീസ് ചെയ്താൽ മതി കൂടുതൽ. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ find the number of students who have taken both mathematics and computers. മാത്തമാറ്റിക്സും കമ്പ്യൂട്ടറും എടുത്ത ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. എത്രയായിരിക്കും അത്? എത്രയായിരിക്കും? 35 സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. 17 പേര് മാത്തമാറ്റിക്സ് എടുത്തു. n of m is 17 അല്ലേ? ഇനി 10 have taken mathematics but not computers. Yes, correct ആണ് കേട്ടോ മെറിൻ. മാത്തമാറ്റിക്സ് എടുത്തു പക്ഷെ കമ്പ്യൂട്ടർ എടുത്തില്ല എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് മൈനസ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ? മാത്തമാറ്റിക്സ് മൈനസ് കമ്പ്യൂട്ടേഴ്സ് ഇതെടുത്ത ആളുകളുടെ എണ്ണം എത്രയാന്ന് തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? നമ്മളോട് ചോദിക്കുന്നത് മാത്തമാറ്റിക്സ് ഇന്റർസെക്ഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എണ്ണമാണ്. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? നമുക്കറിയാം എം മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എം മൈനസ് എം ഇന്റർസെക്ഷൻ സി ആണ്, അറിയാലോ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എം ഇന്റർസെക്ഷൻ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 10 ഈക്വൽ ടു 17 മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ സി. നിങ്ങളും ഇതിനെ പ്രത്യേകം കൊണ്ടുവന്നാൽ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താവും? 17 മൈനസ് 10. വെൻ ഡയഗ്രാം വരച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാട്ടോ. വെൻ ഡയഗ്രാം വരച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഇവിടെ മാത്തമാറ്റിക്സും കമ്പ്യൂട്ടേഴ്സും. ഓക്കെ, ഇതില് 17 പേര് മാത്തമാറ്റിക്സ് എടുത്തു, 10 പേര് മാത്തമാറ്റിക്സ് മാത്രം എടുത്തു. അപ്പൊ ഇതിനകത്ത് 10. ഇതിനകത്ത് 10. ടോട്ടൽ മാത്തമാറ്റിക്സ് എടുത്ത ആൾക്കാർ 17. ബാക്കി ഇവിടെ എത്ര വേണം? 7 വേണം. വെൻ ഡയഗ്രാം വെച്ച് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. കിട്ടിയോ? മാത്തമാറ്റിക്സും കമ്പ്യൂട്ടേഴ്സും. മാത്തമാറ്റിക്സ് എടുത്തത് 17 പേര്, മാത്തമാറ്റിക്സ് മാത്രം എടുത്തത് 10 പേര്. അപ്പൊ മാത്തമാറ്റിക്സ് മാത്രം എടുത്ത ആൾക്കാരെ നമ്മളിവിടെ മാർക്ക് ചെയ്താൽ ടോട്ടൽ ഇവിടെ 17 വരണം എന്നുണ്ടെങ്കിൽ ഇന്റർസെക്ഷനകത്ത് 7 വരണം അല്ലേ? അപ്പോഴല്ലേ 17 കിട്ടുള്ളൂ എമ്മിനകത്ത് മൊത്തം. ഇന്റർസെക്ഷനിൽ 7 പേര്. സിമ്പിൾ ആണ്. വെൻ ഡയഗ്രാം ഇസ് വെരി മച്ച് ഈസി. മെന്റൽ കാൽക്കുലേഷൻ അതിന്റെ ആവശ്യമില്ല അല്ലേ? മെന്റൽ കാൽക്കുലേഷനിലും ചെയ്യാം, വെൻ ഡയഗ്രാം വേണ്ടെന്നാണ് ശരിയല്ല പറയുന്നത്. എങ്ങനെയായാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണേലും ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ പല പല പരീക്ഷകളിലായിട്ട് PSC തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കണം. 17ാമത്തെ ചോദ്യം. എ സ്കൂൾ awarded 38 prizes in football, 15 in basketball, ഒരു കോമന്റ് ഉണ്ട് അവിടെ, and 20 in cricket. These prizes Z ആണ് went to a total of 58 students and only 3 students got prizes in all the 3 sports. How many received medals in exactly 2 of the 3 sports? കൃത്യം 2 സ്പോർട്ടിൽ മെഡൽ കിട്ടിയ ആളുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര വരിക? യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് കാണുന്ന ആൾക്കാർ യൂട്യൂബിലെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 18. ഏതാടോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചത്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനോ? ഇത് സെറ്റിലെ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ സെറ്റിലെ ക്വസ്റ്റൻ ആണ്. ഡിസ്ട്രിബ്യൂഷനിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. യെസ്, എങ്ങനെ വരിക നോക്കണേ നിങ്ങൾ. ഞാനൊരു ഫോമിലൂടെ എഴുതാം. എൻ ഓഫ് ഫുട്ബോൾ യൂണിയൻ ബാസ്കറ്റ്ബോൾ യൂണിയൻ ക്രിക്കറ്റ് ഈക്വൽ ടു എൻ ഓഫ് ഫുട്ബോൾ പ്ലസ് എൻ ഓഫ് ബാസ്കറ്റ്ബോൾ പ്ലസ് എൻ ഓഫ് ക്രിക്കറ്റ് minus n of football intersection basketball
minus n of basketball intersection cricket minus n of football intersection cricket plus n of football intersection basketball intersection cricket. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫോമിലേക്ക് ഒന്ന് ഇതിനകത്ത് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ടോട്ടൽ 38, അപ്പോൾ ഇവിടെ 38 ഈക്വൽ ടു ഫുട്ബോൾ, സോറി ടോട്ടൽ നമുക്ക് അറിയില്ലല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ടോട്ടൽ 58 അല്ലേ, 38അല്ലല്ലോ, 58. ടോട്ടൽ 58 ആണ്, ഞാൻ മാറിപ്പോയി എഴുതിയതാ. 58 ടോട്ടൽ 58. അതിൽ 38 ഫുട്ബോള്, 15 ബാസ്കറ്റ് ബോള്, 20 ക്രിക്കറ്റ്. ഇനി ഈ ആൾക്കാരെയാണ് നമുക്ക് അറിയാത്തത്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ബി, ഫുട്ബോളും ബാസ്കറ്റ് ബോളും, പ്ലസ് എൻ ഓഫ് ബാസ്കറ്റ് ബോൾ ഇന്റർസെക്ഷൻ ക്രിക്കറ്റ് പ്ലസ് എൻ ഓഫ് ഫുട്ബോൾ ഇന്റർസെക്ഷൻ ക്രിക്കറ്റ് അല്ലെ. ഇതാണ് എക്സാക്ട്ലി 2 മെഡൽ കിട്ടിയ ആളുകൾ, 2 സ്പോർട്ടിൽ മെഡൽ കിട്ടിയ ആളുകൾ അല്ലെ. പിന്നെ ടോട്ടൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 3. 3 3 സ്പോർട്ടിലും പ്രൈസ് കിട്ടിയ ആളുകളുടെ എണ്ണം 3. സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് രണ്ടും കട്ട് ചെയ്തളെ. 58 പോയി. പിന്നെ 15 പ്ലസ് 3 18 അല്ലെ. നോക്കൂ, എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ബി പ്ലസ് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 18. നമുക്കെന്ത് കിട്ടും? രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷൻ വരുന്ന കേസിൽ നമുക്കിവിടെ 18 എന്ന് കിട്ടും ആൻസർ അല്ലെ. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി റിസീവ്ഡ് മെഡൽസ് ഇൻ എക്സാക്ട്ലി 2 ഓഫ് ദ 3 സ്പോർട്സ് എന്നാണ്. ഇതിനകത്ത് എന്തുണ്ടാവും? ഈ എഫ് ഇന്റർസെക്ഷൻ ബി, അതുപോലെ ബി ഇന്റർസെക്ഷൻ സി, എഫ് ഇന്റർസെക്ഷൻ സി, ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്തുണ്ടാവും? 3 വരുന്ന എഫ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സാക്ട്ലി 2 ഓഫ് ദം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്, എക്സാക്ട്ലി 2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 18 നിന്നും നമ്മുടെ ടോട്ടൽ ഇന്റർസെക്ഷൻ ആയിട്ടുള്ള എഫ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 18 മൈനസ് ടോട്ടൽ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരിക? ടോട്ടൽ ഇന്റർസെക്ഷൻ, അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഓരോന്നിലും ഓരോ തവണ വന്നിട്ടുണ്ടാവും അല്ലെ. അതായത് ഇപ്പോ ഇതിനകത്തൊരു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി വന്നിട്ടുണ്ടാവും, ഇതിലും വന്നിട്ടുണ്ടാവും, ഇതിലും വന്നിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര മൈനസ് ചെയ്യേണ്ടി വരും? 3 പ്രാവശ്യം ഇന്റർസെക്ഷൻ മൈനസ് ചെയ്യേണ്ടി വരും. ഇതിനകത്തും കോമൺ ഉണ്ട്, ഇതിലും കോമൺ ഉണ്ട്, ഇതിലും കോമൺ ഉണ്ട് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ എഫ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയുടെ ഭാഗങ്ങളുണ്ട്. അപ്പൊ അത് 3 പ്രാവശ്യമായിട്ട് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ 18 മൈനസ് 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 18 മൈനസ് 9, ആൻസർ 9 എന്നാണ് വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? 18 സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ താഴെ പറയുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. എ ആൻഡ് ബി ആർ എനി 2 സെറ്റ്സ്. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്തായിരിക്കും ആൻസർ? A equal to 5, B equal to 5, A equal to B, none of this. Yes. കറക്റ്റ് ആണ് അല്ലെ. A equal to B എന്നുള്ള പോസിബിലിറ്റി ആണ് ഇവിടെ വരിക അല്ലെ. A equal to 5 ആണ്, പക്ഷെ അവിടെ എന്ത് വേണം? B equal to 5 ആണെങ്കിൽ ഇത് നടക്കുള്ളൂ. B equal to 5 ആണെന്ന് അറിയില്ലല്ലോ. ഇവിടെ ഒരു ഓപ്ഷനിൽ A equal to 5 തന്നിട്ടുണ്ട്, അടുത്ത ഓപ്ഷനിലാണ് B equal to 5 തന്നിട്ടുള്ളത്. രണ്ടും equal to 5 ആണെങ്കിൽ ഓക്കെ. അതിന് കോമൺ എപ്പോഴും ഏറ്റവും എളുപ്പം A equal to B ആവുക എന്നുള്ളതാണ്. എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എ ആണ്, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും എ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ആര് ഈക്വൽ ആവണം? എയും ബിയും ഈക്വൽ ആവണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് 19ാമത്തെ ചോദ്യം. 19ാമത്തെ ചോദ്യം,
if x and y are two sets, then x intersection y intersection x the whole complement. Y intersection x the whole complement എന്താണ്? x intersection y intersection x the whole complement എന്താണ് വരിക എന്നുള്ള ചോദ്യം. എന്താ കിട്ടാം? വെൻ ഡയഗ്രം വരച്ച് നോക്കാം, സിംപ്ലിഫിക്കേഷൻ എടുക്കാം. യെസ്, കറക്റ്റ് ആണ്. എക്സ് ഇന്റർസെക്ഷൻ വൈ ഇന്റർസെക്ഷൻ എക്സ് ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എക്സ് ഇന്റർസെക്ഷൻ, യെസ് കറക്റ്റ് ആണ് കേട്ടോ. ഇതെന്താ? ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ കോംപ്ലിമെന്റ് യൂണിയൻ എക്സ് കോംപ്ലിമെന്റ് എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എക്സ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ് യൂണിയൻ എക്സ് ഇന്റർസെക്ഷൻ എക്സ് കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ എക്സ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ് അങ്ങനെ തന്നെ കിട്ടും. യൂണിയൻ എക്സും എക്സ് കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. നൾ സെറ്റ് യൂണിയൻ എനി സെറ്റ്, ആ എനി സെറ്റ് ആണ് വരിക അല്ലെ? എക്സ് ഇന്റർസെക്ഷൻ വൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, ശ്രദ്ധിച്ച് പഠിക്കണം, മാറിപ്പോരുത്. ക്ലിയർ? ഒരു ചോദ്യം കൂടെ ഉണ്ട്, ലാസ്റ്റ് ചോദ്യം, 20ാമത്തെ ചോദ്യം. ഫോർ സെറ്റ്സ് എ ബി സി, വെറുതെ ആണ് കേട്ടോ, സി ഇല്ല. ഫോർ സെറ്റ്സ് എ ആൻഡ് ബി, ഫോർ സെറ്റ്സ് എ ആൻഡ് ബി, എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, ഇതെന്താണെന്നാ ചോദിക്കുന്നത്. What is this? A minus B union B minus A union A intersection B. എന്താണ് ഇതിന്റെ ഉത്തരം? സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്താണ്? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, ഇതാണ് എ മൈനസ് ബി. ഓക്കെ, യൂണിയൻ ഇതാണ് ബി മൈനസ് എ, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? എ യൂണിയൻ ബി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെറ്റിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിലേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ റിലേഷൻസ് ഒന്ന് നോക്കിയിട്ട് വരിക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ആണ് അല്ലേ? അതാണ് വേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ആവണം. നല്ല നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.